ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ ചുരുക്കമായിട്ട് ഒരു ശാന്തമായിട്ട് ഒരു സന്ദേശം നിങ്ങളോട് പറയുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എൻ്റെ മനസ്സിലേക്ക് വന്നതായിട്ടുള്ള ഒരു തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുവൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ചിലപ്പോൾ പരിചയമുള്ളതായിട്ടുള്ള ഒരു ദൈവവചന ഭാഗമായിരിക്കാം ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ആയിരുന്നതായ സമയത്ത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനേക രോഗികളെ യേശു ക്രിസ്തു സൗഖ്യമാക്കുകയാണ്. കുരുടന്മാർ, മുടന്തന്മാർ, ചെകിടന്മാർ, കുഷ്ഠരോഗികൾ, ഇങ്ങനെ ഇത്തിരി രോഗികളെ യേശു സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു എന്നുള്ള കാര്യം ആ ദേശം മുഴുവനും അറിയപ്പെടുവാനായിട്ടിടയായി. യേശു രോഗികളുടെ പരമവൈദ്യനാണ്, യേശു സൗഖ്യമാക്കുന്നവനാണെന്നുള്ള സത്യം ആ ദേശം മുഴുവനും ആളുകൾ അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് യേശു ക്രിസ്തു എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, എവിടെയെങ്കിലും ചെല്ലുകയാണെങ്കിൽ ആ സ്ഥലത്തെല്ലാം അനേക രോഗികൾ അവിടെ വരും. അനേക രോഗികളെ ആൾക്കാരവിടെ കൊണ്ടുവരും. യേശു ക്രിസ്തു ഏതെങ്കിലും വഴിയെ പോവുകയാണെങ്കിൽ യേശു ആണ് എന്നറിഞ്ഞാലുടൻ കുരുടന്മാരടക്കം, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് അനേക രോഗികൾ യേശു ക്രിസ്തുവിനെ വിളിക്കുന്നതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്ന രോഗികൾ, യേശുവിനെ നിലവിളിച്ചതായ രോഗികൾ ആരും തന്നെ നിരാശപ്പെട്ടു പോയിട്ടില്ല. എല്ലാവർക്കും സൗജന്യമായി പൂർണ്ണ സൗഖ്യം യേശു ക്രിസ്തുവിൽ നിന്ന് അവർക്ക് ലഭിക്കുവാനായിട്ടിടയായി. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് അനേക രോഗികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അനേകർ സൗഖ്യം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ദൈവവചനത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? രോഗശാന്തി വേണ്ടിയവരെ യേശു എന്ത് ചെയ്തു എന്നറിയാമോ? സൗഖ്യമാക്കി. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇവിടെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ സൗജന്യ ചികിത്സയാണ്, അവിടുത്തെ ഡോക്ടർ കൊള്ളാം, ഏത് മാരക രോഗമായാലും ആ ഡോക്ടർ ചികിത്സിച്ച് സൗജന്യമായിട്ട് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ജനങ്ങളായിരിക്കും അവിടെ വരുന്നത്. കാരണം ഇത് നമ്മൾ കാണുന്ന ആളുകളിൽ കൂടുതൽ ആളുകളും ഏതെങ്കിലും വിധത്തിലുള്ള രോഗികളാണ്. പുറമേ കാണുന്നത് പോലെയല്ല, അകമേ പലരും പല വിധത്തിലുള്ള രോഗികളാണ്. എവിടെ പോയാൽ സൗഖ്യം കിട്ടും. പല ആളുകളും സൗഖ്യത്തിന് വേണ്ടി ധാരാളം പണം ചെലവഴിച്ച് വൈദ്യന്മാരെയും ഡോക്ടർമാരെയും കണ്ട് പരാജയപ്പെട്ടവരാണ്. അപ്പോൾ സൗജന്യമായിട്ട് വളരെ പെട്ടെന്ന് അത്ഭുതകരമായി സൗഖ്യം ലഭിക്കുന്നു എന്നൊരു കേട്ടാൽ എന്തുമാത്രം ആളുകൾ കൂടും. അപ്പോൾ യേശു എവിടെ പോയാലും ഒരു കൂട്ടം ആളുകളുണ്ട്. യേശുവിൻ്റെ കൂടെ പുറകെ വന്നത് രോഗികൾ മാത്രമല്ല, രോഗികളും ഉണ്ടായിരുന്നു. അതുപോലെ ദൈവവചനം കേൾക്കുവാൻ താല്പര്യമുള്ള അനേകം ആളുകൾ യേശുവിൻ്റെ പിന്നാലെ വന്നിരുന്നു. അതുപോലെ യേശു ചെയ്യുന്ന ശുശ്രൂഷകൾ, അത്ഭുതങ്ങൾ കാണാൻ, കേൾക്കാൻ, നേരിട്ട് മനസ്സിലാക്കാൻ അനേകർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയൊരു കൂട്ടം ജനം യേശുവിൻ്റെ അടുക്കലുണ്ട്. അപ്പോൾ യേശു ചെല്ലുന്നിടത്തെല്ലാം ആൾക്കാരിങ്ങനെ രോഗികളെ കൊണ്ടുവരും. ചില രോഗികൾ നേരിട്ട് വരും,
നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ അറിയാം, യേശു ക്രിസ്തു ഒരു വീട്ടിലുണ്ട് എന്നറിഞ്ഞ ഉടൻ ഒരു പക്ഷവാതം പിടിച്ച ഒരു രോഗിയെ 4 ആളുകൾ ചേർന്ന് ഒരു വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ അടുക്കൽ രോഗിയെ ഇറക്കി വയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് രോഗികളെ കൊണ്ട് ചെല്ലുകയാണ്. മറ്റൊരു ഭാഗത്ത് യേശു എവിടെയെങ്കിലും നിൽക്കുന്നത് കണ്ട് യേശുവിൻ്റെ പിറകെ ചെല്ലുകയാണ്, സൗഖ്യം കിട്ടണം. ഒരു രക്തസ്രവയുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. അവളുടെ എന്താണ്, യേശുവിൻ്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ സൗഖ്യം ലഭിക്കും. ആ വിശ്വാസത്തോടെ വരികയാണ്. അവളും സൗഖ്യമാകുവാനായിട്ടിടയായി. യേശു ക്രിസ്തു ഏതെങ്കിലും വഴിയെ പോകുമ്പോൾ വലിയ ശബ്ദത്തോടുകൂടിയാണ് ആൾക്കാരെല്ലാം യേശുവിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ആളുകൾ ഒരിടത്തിരുന്നൊരു അന്ധൻ ചോദിക്കുകയാണ്, ഇതെന്തുവാണ്? അപ്പോൾ ആ കുരുടനോട് ആളുകൾ പറഞ്ഞു, യേശു ഇതുവഴി പോവുകയാണ്. ആ കുരുടൻ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ നിലവിളിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണം. യേശു അവിടെ നിന്നു ആ കുരുടനെ സൗഖ്യമാക്കിയതായിട്ട് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ രോഗികളെ കൊണ്ടുവരുന്നു. യേശു പോകുന്ന വഴിനീളെ രോഗികൾ യേശുവിൻ്റെ പിന്നാലെ വരുന്നു. വഴിനീരിൽ വിളിക്കുന്നു. ഇവരെല്ലാം യേശു ക്രിസ്തുവിലൂടെ സൗഖ്യം വിടുതലും പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കിയും കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തും ചെകിടന്മാർക്ക് കേൾവി കൊടുത്തും വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തും മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ 38 വർഷമായിട്ട് ബെഥെസ്ദ എന്ന് പറയുന്ന കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ്. നാം വായിച്ചതായ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്കവിടെ ഈ സംഭവം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ബെഥെസ്ദ എന്ന് പറയുന്ന ഒരു കുളം, ആ കുളത്തിൻ്റെ പേര് ബെഥെസ്ദ എന്നാണ്. ബെഥെസ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. ആ ബെഥെസ്ദ കുളത്തിൽ കരയിൽ, ആ ബെഥെസ്ദ കുളത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കുകയാണ്. എന്താണ് അത്ഭുതം എന്നറിയാമോ? ആ കുളത്തിൽ ഒരു ദൈവദൂതൻ ചില സമയത്ത് ഇറങ്ങി ആ വെള്ളം ഒന്ന് കലക്കും, അതിനെ ഒന്ന് ഇളക്കും. അങ്ങനെ ആ ഇളക്കുന്നതായ സമയത്ത് ഏതെങ്കിലും ഒരു രോഗി ആ വെള്ളത്തിലേക്ക് എത്തിയാൽ, ആ വെള്ളത്തിലേക്ക് ചവിട്ടിയാൽ, വെള്ളത്തിലേക്ക് വീണാൽ ആ രോഗി എന്ത് ചെയ്യുമെന്നറിയാമോ? സൗഖ്യം പ്രാപിക്കുവാനായിട്ടിടയാകും. എന്തോരു അത്ഭുതമാണ്! നമ്മൾ ഇന്നും അതുണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം ആളുകൾ അവിടെ ചെല്ലുമായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 3-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. നോക്കണേ, ആ കുളത്തിൻ്റെ കരയിൽ ഒരു വലിയൊരു ജനക്കൂട്ടം, വിവിധ വ്യാധികൾ പിടിച്ച ആളുകൾ, വിവിധ രോഗങ്ങൾ പിടിച്ച ആളുകൾ, കുരുടന്മാരായിട്ടുള്ള ആളുകൾ നമ്മളവിടെ വായിക്കുന്നു, മുടന്തന്മാരായിട്ടുള്ള ആളുകൾ. പിന്നെ നമ്മൾ വായിക്കുന്നു അനേക ക്ഷയരോഗികൾ അവിടെ കിടക്കുകയാണ്. എല്ലാവരുടെ കണ്ണും ഈ കുളത്തിലേക്കാണ് നോക്കിക്കൊണ്ട് കിടക്കുന്നത്. എന്താണെന്നറിയാമോ? എപ്പോഴാണ് ഈ വെള്ളം കലങ്ങുന്നത് അപ്പോഴങ്ങ് ചാടണം. ചാടുന്ന പ്രയാസമേ ഉള്ളൂ. ചാടിക്കഴിഞ്ഞാൽ പൂർണ്ണ സൗഖ്യത്തോടെ എഴുന്നേറ്റ് വരുവാനായിട്ടിടയാകും. മുടന്തനാണെങ്കിൽ പിന്നെ മുടന്തൻ്റെ ആവശ്യമില്ല. അവൻ നല്ലതുപോലെ നടക്കുന്നവനായി തുള്ളിച്ചാടുന്നവനായി തീരും. അന്ധനാണെങ്കിൽ പിന്നെ അവൻ തപ്പിത്തടയേണ്ട കാര്യമില്ല. അവൻ കാഴ്ച പ്രാപിച്ച് അവൻ സന്തോഷത്തോടെ കയറി വരുവാനായിട്ടിടയാകും. ക്ഷയരോഗിയാണെങ്കിൽ അവൻ്റെ ശ്വാസം മുട്ടുകളും അവൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറി വലിയ ആരോഗ്യത്തോടെ ആ മനുഷ്യൻ എഴുന്നേറ്റ് വരുവാനായിട്ടിടയാകും. വിവിധ വ്യാധി പിടിച്ചവനാണെങ്കിൽ
ഏത് വ്യാധി പിടിച്ചവനാണെങ്കിലും സൗഖ്യം പ്രാപിക്കും. അപ്പോൾ ഈ കുളത്തിലേക്ക് ഈ പറയപ്പെട്ട രോഗികളെല്ലാം കാത്തുകിടക്കുകയാണ്. എപ്പോഴാണ് വെള്ളം കലങ്ങുന്നത്? കലങ്ങിയാൽ ആദ്യം ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആളുകൾ, എനിക്ക് തോന്നുന്നു അവിടെ ക്യൂ സമ്പ്രദായമുണ്ടോ ഒന്നും അറിയാൻ വയ്യ, ബൈബിളിൽ അതിനെപ്പറ്റി എഴുതിയിട്ടില്ല. എങ്കിലും എല്ലാവരും വെള്ളത്തിലേക്ക് നോക്കി കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ 38 വർഷമായിട്ട് ഈ കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ്. നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ അറിയാം, അവൻ 5-ാമത്തെ വാക്യം, എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷം. അപ്പോൾ ഈ 38 വർഷമായിട്ട് ഈ കുളത്തിൻ്റെ കരയിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു ആകെ 33.5 തിരുവയസ്സ് വരെയാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ ഈ മനുഷ്യൻ ഈ കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ്. അപ്പോഴേ ഈ ബെഥെസ്ദാ കുളത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവൻ 38 വർഷമായിട്ട് കിടക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത്, ഈ 38 വർഷമായിട്ട് ഈ മനുഷ്യൻ കിടക്കുകയാണല്ലോ, നമുക്ക് അവനെക്കുറിച്ച് പല കാര്യങ്ങൾ നമുക്ക് മാനുഷികമായിട്ട് പറയാൻ സാധിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചിലരുടെ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. അവന് 38 വർഷം, അവനൊന്ന് ഇങ്ങനെ എങ്ങനെയെങ്കിലും അവനൊന്ന് എഴഞ്ഞെങ്കിലും പോയെങ്കിൽ അവൻ വെള്ളത്തിൽ വീഴാമായിരുന്നു, അവന് സൗഖ്യം പ്രാപിക്കാമായിരുന്നു. ചിലർ പറയും അതുപോലും അവൻ ചെയ്തില്ല, അവൻ അങ്ങനെ സുഖം പറ്റി അവിടെ കിടക്കുകയാണെന്ന്. അങ്ങനെ അല്ല പ്രിയപ്പെട്ടവരെ, അവൻ അതിനു പോലും കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളെ നിങ്ങൾക്കറിയാമോ? നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റിൻ്റെ പ്രവർത്തനത്തിൽ ഈ തിരുവനന്തപുരത്ത് ചെഷയർ ഹോം എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ ആളുകൾ വീൽ ചെയറിലാണ്, അവരെപ്പോഴും കിടക്കയിലാണ്. അവർക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അത് പോയി കാണാം. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടത്താൻ കഴിയുന്നുള്ളവർക്ക് നടത്താം. നമ്മളവിടെ മീറ്റിംഗ് നടത്താനൊക്കെ ചെല്ലുമ്പോൾ വീൽ ചെയറിൽ ഇരുത്തിയ ആളുകളെ ഇങ്ങനെ തള്ളിക്കൊണ്ട് അവിടെ വരികയാണ്. ചില ആളുകൾ സ്ഥിരം കിടപ്പാണ് വർഷങ്ങളായിട്ട്. അവർക്കൊന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും അവർക്ക് സാധിക്കില്ല. ആ അവസ്ഥയിൽ കിടക്കുന്ന ആളുകൾ നമ്മുടെ ഈ തിരുവനന്തപുരം പട്ടണത്തിനകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ മനുഷ്യരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. യവന് ഉരുളുവാനോ ഇഴയുവാനോ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും ഇവനെ കൊണ്ട് സാധിക്കത്തില്ലായിരിക്കാം. പക്ഷേ ഈ രോഗി എങ്ങനെ ഇവിടെ വന്നു? അപ്പോൾ എനിക്കതിൽ നിന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നത്, ഇവൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. കാരണം വീട്ടുകാരെങ്കിലും ഇതുപോലുള്ളൊരു സ്ഥലത്ത് കൊണ്ടങ്ങി ആക്കിയതായിരിക്കും. കാരണം ഇന്നൊക്കെ അറിയാമല്ലോ, ചില മക്കളൊക്കെ മാതാപിതാക്കളെ അവസാനം ഓൾഡേജ് ഹോമിൽ കൊണ്ടാക്കും. ഇവിടെ നോക്കാൻ ആരുമില്ല, അവിടെ കിടന്നോട്ടെ. ചില പുനരധിവാസ കേന്ദ്രങ്ങളിൽ കൊണ്ടാക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ഈ മനുഷ്യനെ ഇനി സൗഖ്യം പ്രാപിക്കുകയില്ല, നിവൃത്തിയില്ല എന്ന് കണ്ടിട്ട് ആരെങ്കിലും, അല്ലാതെ സ്വന്തമായിട്ട് അവന് ആ കുളത്തിൻ്റെ കരയിൽ വരാൻ എന്തായാലും കഴിയില്ല. കാരണം ഉരുളാൻ പോലും കഴിയാതെ, ഒന്ന് മറിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴാൻ പോലും കഴിയാതിരിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും അവിടെ വരാൻ കഴിയില്ല. ആരോ അവനെ അവിടെ കൊണ്ടാക്കി കാണും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഈ 38 വർഷമായിട്ട് ഇവന് ആഹാരം വേണം, കുടിക്കാൻ വെള്ളം വേണം, വസ്ത്രം വേണം. കാരണം ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഒരു മനുഷ്യന് ഒരു 40 ദിവസം, 1 മാസത്തിനപ്പുറം ജീവിച്ചിരിക്കാൻ വലിയ പ്രയാസമാണ്. ആഹാരം കഴിച്ചേ പറ്റൂ, വെള്ളം കുടിച്ചേ പറ്റൂ. പിന്നെ അവന് ഒരു ജോഡി വസ്ത്രം കൊണ്ട് 38 വർഷം അവന് കഴിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. ചിലപ്പോൾ അവന് വെള്ളം കൊടുക്കാനും ആഹാരം കൊടുക്കാനും
ഇവന് വസ്ത്രം കൊടുക്കാനും ആളുകൾ ചിലപ്പോൾ പിന്നിലുണ്ടായിരിക്കാം. പിന്നെ എന്താണ് ഇവന് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ 38 വർഷമായിട്ട് കിടക്കുന്നല്ലോ. യേശുക്രിസ്തു രോഗികളെയൊക്കെ സൗഖ്യമാക്കി പോയപ്പോൾ എനിക്ക് തോന്നുന്നു യേശുക്രിസ്തുവിൻ്റെ മനസ്സിനകത്ത് ഈ മുടന്തനെ കുറിച്ച് ഒരു ആലോചന ലഭിച്ചു കാണും. യേശു കർത്താവ് പലയിടത്തും രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരുന്ന യേശു, ദൈവവചനം പ്രഘോഷിച്ചു കൊണ്ടിരുന്ന യേശു എന്ത് ചെയ്തെന്നറിയാമോ? ഒരു ദിവസം ഇതാ ഈ യെരുശലേമിൻ്റെ ആട്ടുവാതിക്കൽ ബെഥസ്ദ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യേശു വരികയാണ്. എന്തിനാണ് യേശു വരുന്നത്? ഏറെ വന്നത് ഈ 38 വർഷമായിട്ട് അനങ്ങാൻ കഴിയാതെ, സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ കിടക്കുന്നതായിട്ടുള്ള ഈ മനുഷ്യനെ തേടി യേശു കർത്താവ് ഇതാ ബെഥസ്ദ കുളത്തിൻ്റെ കരയിലേക്ക് ഇതാ യേശു വരികയാണ്. യേശുവിനറിയാം, ഒരു കാരണവശാലും ഈ മനുഷ്യന് എൻ്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. 38 വർഷമായില്ലേ, അവനൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ യേശുവിന് മനസ്സിലായി, ഇവനിനി സൗഖ്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്, ഇവനെ സൗഖ്യമാക്കിയേ സാധിക്കൂ എന്ന യേശുവിൻ്റെ തിരുഹൃദയത്തിൽ യേശുവിന് തോന്നിയിട്ട് ഇതാ ഈ പാവപ്പെട്ട മനുഷ്യനെ 38 വർഷമായി രോഗാവസ്ഥയിൽ കിടക്കുന്ന, ആരും സഹായിക്കാനില്ലാതിരിക്കുന്ന ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് യേശു കർത്താവ് കടന്നു വരികയാണ്. നമ്മളിതൊന്ന് ചിന്തിക്കണം. കഷ്ടം, 38 വർഷം. ഇനി ഈ മനുഷ്യന് ഇടയ്ക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവന് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവനറിയാം. എന്ന് പറഞ്ഞാൽ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ മാധ്യമങ്ങളൊക്കെ ഓടി വരും. ഇവിടെ എന്തുവാ നടക്കുന്നത്, ആരാണ് സൗഖ്യമാക്കുന്നത്, വെള്ളം കലങ്ങുമ്പോഴുള്ള ലക്ഷണം എന്താണ്, ഇവിടെ ഇതോടെ എത്ര രോഗികൾ ഇവിടെ നിന്ന് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടാകും, എവിടെ നിന്നൊക്കെയാണ് ഈ ആളുകൾ വരുന്നത്, ഇതൊക്കെ അന്വേഷിക്കാനായിട്ട് മാധ്യമങ്ങൾ വരും. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന, അന്ന് ഇതുപോലുള്ള മാധ്യമങ്ങളുള്ള കാലമല്ല. പക്ഷേ ആരെങ്കിലും ഈ ബെഥസ്ദ കുളത്തെക്കുറിച്ചൊന്ന് പഠിക്കാൻ, അവിടുത്തെ അത്ഭുതത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ആരെങ്കിലും വന്നാൽ അവർ ചോദിക്കുന്നത് ഈ 38 വർഷമായി കിടക്കുന്ന ആളിനോടായിരിക്കും. കാരണം അവന് സീനിയോറിറ്റി പറയാനുണ്ട്, വളരെ സീനിയറാണ്. 38 വർഷമായിട്ട് അവനൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതിനെക്കുറിച്ച് അവനറിയാം, വെള്ളത്തെ കലക്കുന്നതിനെക്കുറിച്ച് അവനറിയാം. അവന് ഒരുപാട് അറിവ് ലഭിച്ചു കാണും. അവൻ്റെ അറിവിൽ ഇത്ര പേര് സൗഖ്യം പ്രാപിച്ചു, ഇന്ന അത്ഭുതങ്ങളൊക്കെ ഇവിടെ നടന്നു എന്ന് പറയാൻ നല്ലതുപോലെ ഈ മനുഷ്യനറിയാം. ഈ മനുഷ്യൻ ആളുകൾ സൗഖ്യമാകുന്നതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുക. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവനൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ ഇനി തോന്നുമായിരിക്കും, ഇനി എനിക്കൊരിക്കലും സൗഖ്യമാകത്തില്ല, എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നു, ഇനി എൻ്റെ നാട്ടിൽ പോകാൻ പറ്റത്തില്ല, എൻ്റെ ബന്ധുമിത്രാദികളെ കാണാൻ പറ്റത്തില്ല, എനിക്കിനി ആരെയും കാണാൻ പറ്റത്തില്ല, ഈ ലോകത്തിലെ ഒരു സന്തോഷങ്ങളും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ 28 വർഷമായല്ലോ ഇനി ഈ കുളത്തിൻ്റെ കരയിൽ കിടന്ന് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് സൗഖ്യം പ്രാപിക്കുന്ന ജനം സന്തോഷിച്ചു പോകുന്നത് കണ്ട് ഞാൻ ഇവിടെ കിടന്ന് മരിക്കുന്നതല്ലാതെ ഇനി എനിക്കൊരു രക്ഷയുമില്ലെന്ന് ആ മനുഷ്യൻ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. അവൻ്റെ പ്രതീക്ഷകളെല്ലാം തീർന്നു, അവൻ്റെ ആശകളെല്ലാം നിരാശയായി, ഇനി അവന് ഒരു വഴിയുമില്ല. അവൻ ഇനി ഇവിടെ തന്നെ എൻ്റെ അവസാനമെന്ന് ചിലപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടാകാം. ഞാൻ ഒരു സ്ഥാപനത്തിൽ പോകുന്ന കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ചില ഓൾഡേജ് ഹോമുകളിൽ പോകുന്നുണ്ട്. ഒരു അമ്മച്ചി എപ്പോഴും വന്ന് ഇങ്ങനെ
വെളിയിലോട്ട് നോയിക്കൊണ്ട് നിൽക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ചോദിച്ചു, എന്താ അമ്മച്ചി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നത്? അമ്മച്ചി പറഞ്ഞത് എന്തെന്നറിയാമോ? അടുത്ത ആംബുലൻസ് ആർക്ക് വേണ്ടിയാണ് വരുന്നു എന്നാണ് നോക്കുന്നത്. കാരണം പറഞ്ഞു, അതിന് ഞങ്ങൾക്ക് ആരുമില്ല, മക്കളെല്ലാം ഉപേക്ഷിച്ചു, ആരുമില്ല, ഇവിടെ ജീവിക്കും, കുറേ കഴിയുമ്പോൾ ഞങ്ങളെ ആംബുലൻസിൽ ഞങ്ങളെ കൊണ്ടുപോകും. എവിടെയെന്നറിയാമോ കൊണ്ടുപോകുന്നത്? ശാന്തി കവാടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ലോകത്തിലെ മനുഷ്യരുടെ പ്രതീക്ഷകളൊക്കെ പലരുടെയും ഇതുപോലെയാണ്. ഇനി ഒന്നുമില്ല, എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്. എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ കാണാൻ വരാൻ ആരുമില്ല, എല്ലാം തീർന്നു, എല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിച്ച് നിരാശയോടെ, വേദനയോടെ, തകർക്കപ്പെട്ട ഹൃദയത്തോടെ ഇതാ 38 വർഷമായി കിടക്കുന്ന ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഇതാ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനായിട്ട് വന്ന യേശു കർത്താവ് അവൻ്റെ അവസ്ഥ കഴിഞ്ഞിട്ട് അവൻ്റെ അരികിലേക്ക് യേശു ചെല്ലുകയാണ്. ഓ, എന്തോ ഒരു സന്തോഷം! യേശു അവൻ്റെ അരികിലേക്ക് ചെന്നു. എനിക്ക് തോന്നുന്നു ആ മനുഷ്യന് യേശുവിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാൻ സാധ്യതയില്ല. പക്ഷെ യേശു അടുത്ത് ചെന്നിട്ട് അവനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അപ്പോൾ യേശു അവനോട് ഒരൊറ്റ ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പറയുന്ന ആ മറുപടി എന്തെന്നറിയാമോ? എനിക്ക് മനസ്സുണ്ട് എന്നല്ല അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കാൻ എനിക്ക് ആരുമില്ല. ആ വാക്കൊന്ന് ശ്രദ്ധിച്ച്, എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല. ഏതിനാണ് ആളില്ലാത്തത്? ആ ദൈവദൂതൻ ഇറങ്ങി വെള്ളം കലക്കുമ്പോൾ ഇവനെ ആ വെള്ളത്തിലേക്കൊന്ന് എടുത്തിടാൻ ആരുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റു പലതിനുമൊക്കെ ആൾക്കാർ കാണും. ചിലപ്പോൾ ആഹാരം കൊണ്ട് കൊടുക്കാനോ, ഞാൻ പറഞ്ഞല്ലോ 38 വർഷമായിട്ട് പട്ടിണി കിടക്കാൻ പറ്റത്തില്ലല്ലോ, ആഹാരം കൊണ്ട് കൊടുക്കാനോ, വെള്ളം കൊടുക്കാനോ, വസ്ത്രം കൊടുക്കാനോ, ഇതിനൊക്കെ ചിലപ്പോൾ അവന് ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ അവന് ആളില്ലാതെ പോയത് നിത്യമായ സൗഖ്യത്തിലേക്ക് അവനെ ഇറക്കി വിടാൻ അവനാരുമില്ല. സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് ചിലപ്പോൾ തോന്നും മനസ്സില്ലാഞ്ഞിട്ടാണോ ഇവിടെ കിടക്കുന്നത്. പക്ഷേ നാം ഒന്ന് പറയണം, മനസ്സുണ്ടോ ഇല്ലേ എന്ന്. ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം വിദേശത്തൊരു രാജ്യത്ത് പോയി. അവിടെ ചെന്ന് വലിയ ക്രൂസൈഡൊക്കെ അദ്ദേഹം നടത്തി. അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ആ ദൈവദാസന് രോഗശാന്തി ശുശ്രൂഷയുള്ള ഒരു ദൈവദാസനായിരുന്നു. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സായിപ്പ് ഒരു മോനെ ഇതുപോലൊരു വീൽ ചെയർ ഇരുത്തി 10-24 വയസ്സ് വരും പ്രാർത്ഥിക്കാനായിട്ട് ഈ അവൻ്റെ മാതാപിതാക്കൾ സായിപ്പുമാരാണ് ആ ദൈവദാസൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം അനേക രോഗികൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഈ മനുഷ്യൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ഈ എഴുന്നേൽക്കാൻ കഴിയാതെ വീൽ ചെയറിൽ ഇരിക്കുന്നതായിട്ടുള്ള ഈ മോൻ എന്തോ ഈ ദൈവദാസനോട് പറയുകയാണ്. അദ്ദേഹം ശ്രദ്ധിച്ചു. എന്തോ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററേ, അത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, പാസ്റ്ററേ, എനിക്ക് സൗഖ്യമാകാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ എന്ന്. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര അതിശയം തോന്നി. വീൽ ചെയറിൽ ഇരിക്കുന്ന മനുഷ്യൻ, അവൻ നടക്കാനും ജോലി ചെയ്യാനും പ്രവർത്തിക്കാനും അല്ലേ ആഗ്രഹിക്കുള്ളൂ. എന്നും ഇങ്ങനെ വീൽ ചെയറിൽ ഇരിക്കാൻ ആഗ്രഹിക്കുമോ? ശവൻ പറഞ്ഞു, എനിക്ക് സൗഖ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കല്ലേ. അപ്പോൾ ഈ ദൈവദാസൻ ചോദിച്ചു, പിന്നെ എന്തോ പ്രാർത്ഥിക്കണം? എന്നെ ദൈവം ഇനിയും അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഈ ദൈവദാസൻ വീണ്ടും
ഈ മനുഷ്യനോട് സംസാരിച്ചു, വീൽ ചെയറിലിരിക്കുന്ന ആ മനുഷ്യനോട് സംസാരിച്ചു, എന്തുകൊണ്ടാണ് സൗഖ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാനിപ്പോൾ വളരെ സന്തോഷവാനാണ്. കാരണം എനിക്ക് നടക്കാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ വീൽ ചെയറിൽ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ അവരെന്നെ വളരെ കാര്യമായിട്ട് നോക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം അവർ തരുന്നു. അവർ പോകുന്നിടത്തെല്ലാം എന്നെ എന്ത് ചെയ്യുകയാണ്? കൊണ്ടുപോവുകയാണ്. ഇനി പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യം കിട്ടിയാൽ ഞാൻ പിന്നെ അവരാരും ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഞാൻ ജോലി ചെയ്യേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ മതിയെന്ന്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ചില ആളുകൾക്ക് സൗഖ്യമാകാൻ മനസ്സില്ലാത്ത ആളുകളുണ്ട്. ചില രോഗികളെയൊക്കെ സന്ദർശിക്കുമ്പോഴാണ് അവർക്ക് അത് തന്നെ ഒരു സുഖം. അവരതുകൊണ്ട് അങ്ങനെ അങ്ങ് കഴിയുക, ആൾക്കാരൊക്കെ നോക്കിക്കോളും. പക്ഷേ ഇത് എന്നും ഇങ്ങനെ കാണുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യനിങ്ങനെ 28 വർഷമായല്ലോ. അവൻ പറയണം, എനിക്ക് മനസ്സുണ്ടെന്ന് പറയണം, എനിക്ക് സൗഖ്യമാകണമെന്ന് അവൻ പറയണം. അല്ലെങ്കിൽ അവന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്തതിൻ്റെ തടസ്സം എന്താണെന്ന് അവൻ പറയണം. അവനിതാ ആ തടസ്സം പറയുകയാണ്, എനിക്കാരുമില്ല. അവനവിടെ എടുത്തു പറയുകയാണ്, യജമാനനെ വെള്ളം കലങ്ങുന്നുണ്ട്, പക്ഷെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലേക്കാക്കാൻ എനിക്കാരുമില്ല. നോക്കണേ, എന്തോ ഒരു സങ്കടകരമായ അവസ്ഥ, വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ. അവൻ അനേകര് സൗഖ്യം പ്രാപിക്കുന്നത് കാണുന്നുണ്ട്, ഒന്നും പ്രാപിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് കഴിയുമ്പോൾ ഇതാ നമ്മുടെ കർത്താവ്, സകല രഹസ്യങ്ങളെയും അറിയുന്നവൻ, എല്ലാം അറിയുന്നവൻ, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, ആ യേശു കർത്താവ് ആ ബെഥെസ്ദാ കുളത്തിൻ്റെ കരയിലേക്ക് വരികയാണ്. അവനോട് യേശു പറയുകയാണ്, അവൻ പറഞ്ഞല്ലോ, ഈ മറുപടി എന്നെ വെള്ളം കലങ്ങുമ്പോൾ കുളത്തിലാക്കാൻ എനിക്കാരുമില്ല എന്ന് പറഞ്ഞല്ലോ. യേശു കർത്താവ് അവനോട് പറയുകയാണ്, നീ നിൻ്റെ കിടക്കയെടുത്ത് നടക്കാം. യേശുക്രിസ്തുവിൻ്റെ ആ വാക്കുകളിലൂടെ ദൈവിക രോഗശാന്തി അവിടെ പ്രതിഫലിക്കുവാനായിട്ടിടയായി. യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തിയാൽ ആ 38 വർഷമായി കിടന്ന മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് അവൻ എഴുന്നേൽക്കുവാനായിട്ടിടയായി. അവൻ സൗഖ്യം പ്രാപിക്കുവാനായിട്ടിടയായി. നാം അവൻ്റെ ആ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ നമ്മിങ്ങനെയാണ് നമ്മൾ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞ ഉത്തരം നമ്മൾ പറഞ്ഞല്ലോ. രോഗി അവനോട്, എന്നെ കുളത്തിലാക്കാൻ എനിക്ക് മറ്റാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ ഞാനൊന്ന് ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ തന്നെ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? എനിക്ക് മുൻപായി മറ്റൊരുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി സൗഖ്യം പ്രാപിച്ചു പോവുകയാണ്. അവൻ വളരെ പരിതാപകരമായ അവസ്ഥയിൽ, വളരെ കഷ്ടതയുടെ അവസ്ഥയിൽ അവൻ കിടക്കുകയാണ്. എന്നാൽ ഇതാ യേശു അവനോട് പറയണ 8-ാമത്തെ വാക്യം, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ആ സങ്കടകരമായ അവസ്ഥ, അവൻ മനസ്സ് തുറന്നു പറഞ്ഞു, ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അങ്ങോട്ട് ചെല്ലാൻ ഒരുങ്ങുമ്പോൾ തന്നെ വേറൊരുത്തൻ ചാടും. അപ്പോൾ അത്രയ്ക്ക് അവന് എഴുന്നേൽക്കാൻ വയ്യാതെ വല്ലാത്ത അവസ്ഥയിൽ അവൻ കിടക്കുകയാണ്. അവനോട് മനസ്സലിഞ്ഞിട്ട് യേശു കർത്താവ് അവനെ തേടി ഈ യെരുശലേമിലേക്ക് വന്നു. ഈ ബെഥെസ്ദാ കുളത്തിൻ്റെ അരികിലേക്ക് വന്നിട്ട് അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, എഴുന്നേറ്റ് നീ നടക്കുക. യേശുവിൻ്റെ വാക്കിന് മുൻപിൽ ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുവാനായിട്ടിടയായി. എത്രയോ മനോഹരമായ സംഭവം. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ
ഈ 38 വർഷമായി കിടക്കുന്നില്ലായിരിക്കാം, ഇതേ അവസ്ഥയിലായിരുന്നില്ലായിരിക്കാം. പക്ഷേ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങളും പറയുന്നുണ്ടാകും, എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ അന്വേഷിക്കാൻ ആരുമില്ല, ഞങ്ങളെ കാണാൻ ആരുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണോ ഇന്ന് അനേക വീടുകളിൽ, വലിയ വലിയ വീടുകളിൽ ഒറ്റയ്ക്ക് പാർക്കുന്ന ധാരാളം ആളുകളുണ്ട്. അമ്മച്ചിമാരുണ്ട്, അപ്പച്ചന്മാരുണ്ട്. പലരുടെയും മക്കളൊക്കെ വിദേശങ്ങളിലാണ്. ചിലർ കളഞ്ഞിട്ട് പോയി തിരിഞ്ഞു നോക്കുന്നില്ല, അവർക്കാരുമില്ല, ഒറ്റയ്ക്കൊക്കെ വീടുകളിൽ കഴിയുകയാണ്. എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്. വളരെ വേദനയോടെ, ഭാരത്തോടെ, എന്നെ കാണാൻ ആരും വരുന്നില്ലല്ലോ, എനിക്ക് രോഗിയാണ്, എനിക്ക് സൗഖ്യം ലഭിക്കുന്നില്ലല്ലോ, വേദനയോടെ, നിരാശയോടെ ഇന്ന് ആരെങ്കിലും കഴിയുന്നു എങ്കിൽ ഈ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ അറിയുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് വിടുതൽ തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി വന്ന് പാപത്തിന് പരിഹാരമുണ്ടാക്കി കാൽവറി ക്രൂശിൽ യേശു ക്രിസ്താവ് മരിക്കുവാനായിട്ടിടയായി. യേശു മരിച്ചു, യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്തു. 3-ാം നാൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളിവിടെ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന യേശു ഉണ്ടല്ലോ, ഇന്നും ജീവിക്കുന്നവനാണ്. അന്ന് യേശു ക്രിസ്തു മനുഷ്യാവതാരമെടുത്ത് ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തതിനേക്കാളും അത്ഭുതകരമായ സൗഖ്യം ഇന്നും യേശു ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശു ഇന്നും രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. യേശു ഇന്നും അനാഥർക്കും പീഡിതർക്കും ആരുമില്ലാത്തവർക്ക് ആശ്രയമായി, സങ്കേതമായി, അവരുടെ എല്ലാമായി യേശു ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ യേശു നമ്മളെ തേടി വരികയാണ്. യേശു നമ്മളെ തേടി വരികയാണ്. നമുക്ക് തോന്നുന്ന നമ്മുടെ കഷ്ടാവസ്ഥ ആരും അറിയുന്നില്ല, നമ്മുടെ രോഗാവസ്ഥ ആരും അറിയുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഏകനാണ്, എല്ലാവരും പോയി, ആരുമില്ല എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകൾ കാണും. എനിക്ക് ചില കുടുംബങ്ങളെ അറിയാം, അവർക്കുള്ള മക്കളെല്ലാവരും മരിച്ചു, മാതാവ് മാത്രം ശേഷിച്ചിട്ടുണ്ട്, മാതാപിതാക്കൾ മാത്രം ശേഷിച്ചിരിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. എന്ത് സങ്കടം തോന്നും. പക്ഷേ ആരുമില്ലാതിരിക്കുന്നിടത്ത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമായി, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി അനേകരെ സഹായിപ്പാൻ ഈ കർത്താവിൻ്റെ കരമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് പ്രാർത്ഥിച്ചാൽ, നാം ഒന്ന് യേശുവേ എന്ന് വിളിച്ചാൽ, ദൈവത്തോട് അപേക്ഷിച്ചാൽ, നാം ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ അടുക്കൽ കടന്നു വന്ന് നമ്മെ വിടുവിക്കും. സത്യദൈവത്തെ ആരെങ്കിലും അന്വേഷിച്ചാൽ, അനേകർ സത്യദൈവത്തെ അന്വേഷിച്ചിട്ടുണ്ട്. അവരെല്ലാവരും സത്യദൈവത്തെ കണ്ടെത്തിയതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അതുകൊണ്ട് നിങ്ങളാരെങ്കിലും പറയുന്നുണ്ടോ എനിക്കാരുമില്ലല്ലോ എന്ന്? ചിലർക്ക് മക്കളൊക്കെ കാണും, അവരെ അന്വേഷിക്കാത്തവരായിരിക്കാം. ലോകത്തിൽ പലതും കാണും, പക്ഷേ അവർക്ക് സഹായമായിട്ട് ആരുമില്ലായിരിക്കാം. എന്നാൽ അവരോട് ഈ സന്ദേശം പറയുകയാണ്, ഇതാ നിങ്ങളെ തേടി യേശു കർത്താവ് നിങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ട്. യേശു ലോകത്തിലേക്ക് വന്നത് തന്നെ പാപികളെ തേടിയാണ്. യേശു ലോകത്തിലേക്ക് വന്നത്, ക്രിസ്തയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്ന് വിശുദ്ധ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതെ, ഈ യേശു ക്രിസ്തു പാപികളെ തേടി വന്നവൻ ഇതാ ആരുമില്ലാതെ, എല്ലാവരാലും തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെ ഇതാ യേശു അന്വേഷിക്കുകയാണ്. ഈ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ, നമ്മുടെ ജീവിതം യേശുവിനായിട്ട് കൊടുത്താൽ, യേശു നമ്മുടെ സ്നേഹിതനായി, നമ്മുടെ എല്ലാമായി നമ്മുടെ കൂടെ ഉണ്ടാകും. യേശു ക്രിസ്തു തരുന്നൊരു വാഗ്ദത്തം ഇതാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ
ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്നാണ്. ആര്, ഏത് പാപി, ഏത് രോഗി, എങ്ങനെയുള്ള മനുഷ്യനും ആരുമായിക്കൊള്ളട്ടെ, എനിക്ക് യേശുവിനെ വേണം, എനിക്കൊരു പുതിയ ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാനൊരു ദൈവപൈതലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ തേടി വന്ന് നിങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങളുടെ ഒരു നല്ല സ്നേഹിതനായി നിങ്ങളുടെ എല്ലാമായി തീരാൻ ഈ യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ മനുഷ്യൻ്റെ കാര്യം നമുക്കൊന്ന് നോക്കാം. ഈ മനുഷ്യൻ എന്താണ് പിന്നെ ചെയ്തതെന്നറിയാമോ? അന്നുള്ള ആളുകൾക്കെല്ലാം അതിശയം, അയ്യോ ഇവരെങ്ങനെയാണ് സൗഖ്യം പ്രാപിച്ചത്. പ്രത്യേകിച്ച് ശബത്ത് നാളിലാണ് യേശു ഈ മനുഷ്യനെ സൗഖ്യമാക്കുന്നത്. അന്ന് ഈ യഹൂദന്മാരായ ആളുകൾക്ക് യേശു ഇങ്ങനെ ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് അവർക്ക് വലിയ കോപമൊക്കെ ഉണ്ടായിരുന്നു. അവർ ഈ മനുഷ്യനോട് ചോദിച്ചു, നിന്നെ ആരാ സൗഖ്യമാക്കിയത്? പക്ഷെ അവൻ പറഞ്ഞു, ഈ യേശുവാണ് എന്നെ സൗഖ്യമാക്കിയത്. എന്നിട്ട് നമ്മൾ നോക്കണേ, ആ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട്, നോക്ക്, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. നോക്കണേ, യേശു കർത്താവ് അവനെ സൗഖ്യമാക്കി. യേശു സൗഖ്യമാക്കിയിട്ട് യേശു പോയി. യേശു പിന്നെ ഇവനെ എവിടെയാണ് കണ്ടതെന്ന് ചോദിച്ചാൽ, ഇവനെ ദൈവാലയത്തിൽ അവനിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു യേശുവിന് വലിയ സന്തോഷമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം സൗഖ്യം തരുമ്പോൾ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നമ്മെ സഹായിക്കുമ്പോൾ, നാം ആ സഹായവും വാങ്ങിച്ചുകൊണ്ട്, ആ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നാം നമ്മുടെ വഴിയിലേക്ക് പോകേണ്ടവരല്ല. നാം ദൈവസഭയിലേക്ക്, ദൈവസന്നിധിയിലേക്ക്, ദൈവത്തെ ആരാധിക്കുവാൻ, ആത്മീയ കൂട്ടായ്മ ആചരിപ്പാൻ ആ ദൈവസന്നിധിയിലേക്ക് വരണം. അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് നമുക്ക് ഈ മനുഷ്യനെ കാണുവാൻ കഴിയുന്നത്. അവനറിയാം, 38 വർഷമായിട്ട് ഞാൻ ആ കുളക്കരയിൽ വെയിലും മഴയും തണുപ്പും എല്ലാം കൊണ്ട് കിടന്നിട്ട് എന്നെ സഹായിക്കാൻ ആരും വരാതിരുന്നപ്പോൾ, എന്നെക്കുറിച്ച് ആർക്കും ഒരു സ്നേഹമില്ലാതിരുന്നപ്പോൾ, ഇതാ കർത്താവായ യേശു ക്രിസ്തു എന്നെ തേടി വന്നല്ലോ, എന്നെ രക്ഷിച്ചല്ലോ, എന്നെ സൗഖ്യമാക്കിയല്ലോ. ഇനി ഞാൻ എൻ്റെ വഴിക്ക് പോകുകയല്ല, ഞാൻ ദൈവത്തിൻ്റെ വഴിക്ക് പോകുകയാണ്. അവൻ ദൈവാലയത്തിലേക്ക് വരുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരുമ്പോൾ, ദൈവം നിങ്ങളെ വിടുവിക്കുമ്പോൾ, ദൈവം നിങ്ങളെ മാനിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകല്ലേ, ദൈവാലയത്തിലേക്ക് വരണം, ദൈവസഭയിലേക്ക് വരണം, വന്ന് മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, വിശുദ്ധ ജീവിതം നയിക്കണം, ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിച്ച് സൗഖ്യമാക്കി വിടുവിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ പ്രാപിച്ച സൗഖ്യമെല്ലാം നിലനിൽക്കുന്നത്. സ്തോത്രം. ദൈവം നമ്മെ വീണ്ടും വീണ്ടും മാനിക്കുന്നത്. ചിലർ സൗഖ്യം പ്രാപിച്ചാൽ ആ വഴിക്കങ്ങ് പോകും. ബൈബിളിൽ തന്നെ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അരികിൽ വന്നു. യേശു 10 പേരെ സൗഖ്യമാക്കി. പക്ഷേ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കുഷ്ഠരോഗി, സൗഖ്യം പ്രാപിച്ച ഒരുവൻ മാത്രം യേശുവിൻ്റെ അടുത്ത് നന്ദി പറയാനായിട്ട് വന്നു. യേശു മറ്റുള്ളവരെവിടെ? അവർ സൗഖ്യം പ്രാപിച്ചുകൊണ്ട് അങ്ങ് പോയി. ഇന്ന് അങ്ങനത്തെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അനുഗ്രഹം വേണം, നന്മ വേണം, പക്ഷേ പിന്നെ ദൈവം വേണ്ട. പ്രിയപ്പെട്ടവരെ, ദൈവം സൗഖ്യമാക്കുമ്പോൾ, ദൈവം അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കണം. ഇവൻ ആലയത്തിൽ പോയി. കർത്താവായ യേശു അവനെ അവിടെ വെച്ച് കണ്ടു. പിന്നെ ആ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് നോക്കൂ. 15-ാമത്തെ തിരുവചനം നമുക്ക് നോക്കാം. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. നോക്കണേ, ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആലയത്തിൽ പോയി ദൈവത്തെ സ്തുതിച്ചു. മാത്രമല്ല, യേശുവിനോട് വളരെ വിദൂരമുണ്ടായിരുന്ന ഒരു കൂട്ടായിരുന്ന യഹൂദന്മാർ, അവരോടെല്ലാം ചെന്ന് പറഞ്ഞു, യേശുവാണ് എന്നെ സൗഖ്യമാക്കിയത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിടുവിക്കുമ്പോൾ, ദൈവം നമ്മെ സഹായിക്കുമ്പോൾ, നമുക്ക് നമ്മുടെ ആളുകളുടെ അടുത്തൊക്കെ ചെന്ന്
എനിക്ക് യേശുവാണ് എന്നെ സൗഖ്യമാക്കിയത്, പ്രാർത്ഥനയിലാണ് എനിക്ക് വിടുതൽ ലഭിച്ചതെന്ന് പറയാൻ നമ്മൾ താല്പര്യപ്പെടുമോ? നമ്മൾ താല്പര്യപ്പെടണം. ചില ആളുകളൊക്കെ രോഗികളായിട്ടിരിക്കുമ്പോൾ ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്ത് സൗഖ്യം പ്രാപിക്കില്ല. ഡോക്ടർമാരെല്ലാം കൈവിടും, ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ പല കേസ്. പക്ഷെ അവരൊക്കെ വന്ന് ചിലർ പ്രാർത്ഥനയിൽ അത്ഭുത സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ചില ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ചില ഭയങ്കരമായ ഭ്രാന്തന്മാർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. വലിയ സൗഖ്യം പലർക്കും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് യേശുവാണ് സൗഖ്യമാക്കി, പ്രാർത്ഥനയിലാണ് സൗഖ്യമാക്കിയെന്ന് പറയാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ചിലർ പറയും, ഒരാൾ പറഞ്ഞത്, ഞങ്ങൾ ഒടുവിലൊരു വലിയ ഡോക്ടറെ കണ്ടു, ആ ഡോക്ടറുടെ ചികിത്സ ഫലിച്ചെന്ന് പറഞ്ഞു. ഒരു കുട്ടിക്ക് വേണ്ടി ഉണ്ടായ കാര്യത്തിൽ. സ്തോത്രം. ഇതുപോലെ പലരും മറച്ചു വയ്ക്കും അവരനുഭവിക്കുന്ന നന്മ, ദൈവം ചെയ്ത ഉപകാരം. അതുകൊണ്ടാണല്ലോ നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ യഹോവയുടെ നാമമിക, അവൻ കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകല്ലേ. അനേകർ കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊക്കെ മറന്നു പോവുകയാണ്. നിങ്ങൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങളെ യേശു തേടി വന്ന്, യേശു നിങ്ങളെ സൗഖ്യമാക്കി, യേശു നിങ്ങളെ വിടുവിച്ച്, യേശു നിങ്ങളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഈ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആലയത്തിൽ പോകണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, ദൈവവചനം അനുസരിച്ച് ജീവിക്കണം. എങ്കിലേ ലഭിച്ച സൗഖ്യം അത് നിലനിൽക്കുകയുള്ളൂ. മാത്രമല്ല, മറ്റുള്ളവരോട് പറയണം, യേശുവാണ് സൗഖ്യമാക്കിയത്. നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമില്ല, നമ്മളൊന്നും മടിക്കേണ്ട കാര്യമില്ല. എന്നെ സൗഖ്യമാക്കിയത് യേശുവാണ്, എന്നെ വിടുവിച്ചത് യേശുവാണ്, എന്നെ രക്ഷിച്ചത് യേശുവാണെന്ന് ധൈര്യത്തോടെ നിങ്ങൾ പറയാൻ തയ്യാറായാൽ യേശു പറയുകയാണ്, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറഞ്ഞാൽ ദൈവദൂതന്മാരുടെ മുമ്പിൽ കർത്താവ് നിങ്ങളെയും ഏറ്റുപറയും. നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ബെഥെസ്ദാക്കുളക്കരയിൽ കിടന്ന മനുഷ്യൻ, 38 വർഷമായി കിടന്ന മനുഷ്യൻ, ആർക്ക് സഹായിക്കാൻ കഴിയാതിരുന്നപ്പോൾ യേശു അവനെ തേടി, അവൻ കിടന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ തേടി കർത്താവായ യേശു നമ്മുടെ അരികിൽ വന്നു. ചിലപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സുവിശേഷകന്മാർ വരുന്നത്, കർത്താവ് ഞങ്ങളെയൊക്കെ അയക്കുന്നത് അനേകരെ, സ്തോത്രം, ഈ ദേശത്തേക്ക്, ചില വീടുകളിലേക്ക്, സമാധാനമില്ലാത്ത വീടുകളിലേക്ക്, പ്രശ്നം നിറഞ്ഞിരിക്കുന്ന വീടുകളിലേക്ക്, ചില പ്രയാസം നടക്കുന്നിടത്തോട്ട് ദൈവം ഞങ്ങളെപ്പോലെയുള്ള അനേകരെ അയക്കുന്നത് ദൈവം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങളെ സൗഖ്യമാക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. അത് മറന്നു പോകല്ലേ. അതുകൊണ്ട് ദൈവത്തിലേക്ക് വരിക, ഹൃദയം കർത്താവിനായിട്ട് കൊടുക്കുക, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവവചനപ്രകാരം ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് നമ്മളെ തേടി വരും, നമ്മളെ രക്ഷിക്കും. കർത്താവ് നമ്മളെ ഒരിക്കലും മറക്കില്ല. ആ ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണല്ലോ, ഒരമ്മ പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ദൈവം പറയുക, ഞാൻ നിന്നെ ഒരു നാളും മറക്കത്തില്ല. ഈ സംഭവം തന്നെ വലിയ തെളിവല്ലേ ദൈവം മറക്കുന്നില്ല എന്നുള്ളതിന്. സ്തോത്രം. കർത്താവ് നമ്മളെ തേടി, ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും തീർച്ചയായും കർത്താവ് നമ്മെ തേടി വന്നതാണ്, കർത്താവ് നമ്മെ രക്ഷിച്ചത്. ഈ പ്രദേശത്ത് കർത്താവ് ഇനി എന്തോ പലരെയും ദൈവം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, പലരെയും സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു, പലരെയും വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. എങ്ങനെയാണ് വിളിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇതാ യേശു വിളിക്കുകയാണ്. ആ വിളി ശബ്ദം കേട്ട് യേശുവേ ഞാനിതാ വരുന്നു. എങ്ങനെയാണ് അതുകൊണ്ട് എങ്ങനെയാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത്? നിങ്ങൾ ഇരിക്കുന്ന ആ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട്, ചിലപ്പോൾ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകാം, ഇരിക്കുന്ന ആ ഇരിപ്പിലിരുന്നു കൊണ്ട്, യേശുവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, എൻ്റെ പാപത്തിന് വേണ്ടിയാണല്ലോ അങ്ങ് ക്രൂശിൽ മരിച്ചത്,
ആ യേശുവെ അങ്ങൻ്റെ ഹൃദയത്തിൽ വരണം. ഞാൻ ഇന്നു മുതൽ യേശുവിനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളൊരു ദൈവവൈതലായിട്ട് തീരും. നിങ്ങളൊരു ദൈവവൈതലായിട്ട് തീരും. ഇതൊരു മതമാറ്റമല്ല. ഈ രക്ഷ പ്രാപിപ്പാൻ മറ്റൊരു സ്ഥലത്തും പോകണ്ട. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങൾ ആരാണെങ്കിലും ഒരു നിമിഷം യേശുവേ ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ യേശു രക്ഷിക്കും. നമ്മുടെ പാപം എത്ര വലിയ പാപമാണെങ്കിലും ഏത് പാപത്തെയും ദൈവം ക്ഷമിക്കും. ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മെ കഴുകി ശുദ്ധീകരിച്ച് നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കും. ആ സമയം തന്നെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആ വലിയ സമാധാനം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. സന്തോഷം ലഭിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കും. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ദൈവം തരും. മാത്രമല്ല, അങ്ങനെ യേശുവിനെ സ്വീകരിച്ച് നാം ഒരു ദൈവപൈതലായി ജീവിച്ചാൽ ഒരു ദിവസം മരിക്കുമല്ലോ, നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. സ്വർഗത്തിലേക്കുള്ള വഴി യേശു ക്രിസ്തു മാത്രമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. യേശു പറയുകയാണ്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ സ്വർഗത്തിലെത്തുന്നില്ല. സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശു ക്രിസ്തു മാത്രമാണ്. മാനസാന്തരപ്പെടാതെ പാപവഴികൾ ഉപേക്ഷിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ ഒരു ദിവസം മരിച്ച് നിത്യനരകത്തിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകല്ലേ. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. സ്വർഗം നിങ്ങൾക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ ഇടയാകും. മറ്റൊരു വലിയ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒരേ ഒരു നാമം യേശുവിൻ്റെ നാമമാണ്. ആ യേശുവിനായിട്ട് ജീവിതം കൊടുക്കാമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനായിട്ട് ജീവിതം കൊടുക്കാൻ ഇതുവരെ യേശുവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. യേശുവെ അങ്ങൻ്റെ ഹൃദയത്തിൽ വരണം, ഞാൻ യേശുവിനായിട്ട് ജീവിക്കും. നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് പള്ളിയിൽ പോകുന്ന ആരാണെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിനായിട്ട് ജീവിതം കൊടുക്കുക. യേശു ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് നിങ്ങളൊന്ന് പറയുക. യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുക. എനിക്ക് സത്യം അറിയാനുണ്ട്, സത്യം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറയുക. അങ്ങനെ അനേകർ പ്രാർത്ഥിച്ചു. അവരെല്ലാം സത്യദൈവത്തെ കണ്ടെത്തി. അതെല്ലാം യേശു ക്രിസ്തുവിലായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുക, ദൈവത്തിനായിട്ട് ജീവിക്കുക.